കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ച ഇപ്പോൾ 9 വർഷമായല്ലോ, ഒരു ഈഴവ മുഖ്യമന്ത്രിയല്ലേ? മുൻപ് ഇടതുപക്ഷം ഭരിച്ചപ്പോഴും ഒരു ഈഴവ മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ ഈഴവ മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിന് സമുദായത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നാണോ അദ്ദേഹം പറയുന്നത്? അതോ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണോ അദ്ദേഹം പറയുന്നത്? പിന്നെ പറയുന്നു ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ട് മുസ്ലിമിനെ VC ആക്കിയെന്ന്. മന്ത്രി മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം വികാരമുണ്ടായി. മുസ്ലിം വികാരമുണ്ടായതിനെ കുറ്റം പറയാമായില്ല. VC ആയി ഒരു മുസ്ലിം ഇല്ലാത്തതുകൊണ്ടാണ് മുസ്ലിമിനെ വെച്ചതെന്ന് മന്ത്രി എന്നോട് പറഞ്ഞു. മുസ്ലിമിന് മുസ്ലിം എന്ന വികാരമാണ്. അവർക്ക് ഇടത് എന്നോ വലുതോ എന്നോ ഇല്ല. എല്ലാം പിടിച്ചടക്കണം. മലപ്പുറം മാത്രമല്ല, തിരുക്കൊച്ചി പ്രദേശത്തും 4 സീറ്റ് വേണമെന്നാണ് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെടുന്നത്. തന്ത്രപൂർവ്വം ഭരണം പിടിച്ച് മുഖ്യമന്ത്രിയാകാനാണ് ലീഗിൻ്റെ ശ്രമം. മുഖ്യമന്ത്രി ആയാൽ എന്താ? ലീഗിന് മുഖ്യമന്ത്രി ആയിക്കൂടെ? ലീഗിന് സുയേഷ് ഒരു കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? കുറച്ചു കാലത്ത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് സംഭവം? എന്താ കുഴപ്പം? എന്താണേ വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം? വെള്ളാപ്പള്ളി ഈഴവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈഴവർ ആയി പോകുന്ന അധ്യാപകർക്ക് പണം കൊടുക്കാതെ അവിടെ കയറാൻ പറ്റും? ആർക്കെങ്കിലും അല്ല, ഈഴവർക്കാണല്ലോ, ഈഴവർക്ക് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത്. സമുദായത്തിലെ എത്ര പേർക്ക് അവിടെ സൗജന്യമായി ജോലി കൊടുത്തിട്ടുണ്ട്? അങ്ങോട്ട് എത്ര ലക്ഷങ്ങളാണുള്ളത്? ആ ലക്ഷങ്ങളുടെ കണക്ക് പുറത്തേക്ക് പറയാൻ വെള്ളാപ്പള്ളി തയ്യാറുണ്ടോ? എന്ത് സമുദായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? ഇതെന്താ വെച്ചാൽ തെക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു, വടക്കോട്ട് പോയിട്ടില്ലായിരുന്നു. എന്നിട്ട് വടക്കോട്ട് പോയി ഇങ്ങനെ അങ്ങോട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ശ്വാസം മുട്ട് പറഞ്ഞത്. പക്ഷേ അവിടെ ആരും അത് ചെവികൊള്ളാൻ നിന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കാൻ തയ്യാറായോ? BDJS സ്ഥാനാർത്ഥി നിൽക്കാൻ തയ്യാറായോ? ഇല്ല. അപ്പോൾ ഇതാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗം.